പ്രിയപ്പെട്ടവരെ, ഗോപു പട്ടിക്കാടാണ്. ഞാനിപ്പോ നിൽക്കുന്നത് ദുബായിലെ കിസീസ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അതായത് സോനാപൂർ. അതിലെ ദാർവിഷ് എന്ന് പറയുന്ന ഒരു കമ്പനിയിലെ ലേബർ ക്യാമ്പിൽ ഞാൻ നിൽക്കുന്നത്. ഈ പ്രവാസികളെ സംബന്ധിച്ച് പ്രവാസികളിൽ നല്ല നല്ല കലാകാരന്മാരുള്ള കാര്യം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം. അപ്പൊ അതുപോലൊരു ചെറിയൊരു കലാകാരനെ പരിചയപ്പെടുത്താം ഇവിടെ വന്നു. ഒരു സുനിൽ കൊല്ലമുണ്ട്, ചെറിയൊരു കലാകാരൻ. ഒന്ന് പരിചയപ്പെടാം. വാ. സുനിൽ കൊല്ലം. അതെ ഡോറടച്ചോ. എന്തുണ്ട്? അപ്പോൾ സുനിൽ കൊല്ലം അല്ലെ നമ്മുടെ പ്രവാസത്തിലെ വലിയൊരു ഗായകനാണ്. വലുതൊന്നുമല്ല, ചെറിയൊരു ഗായകൻ. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പരിചയപ്പെടുത്താണ്. പിന്നെ നാട്ടിലെവിടെയായിട്ടാ? ഞാൻ കൊല്ലത്ത് തൃപ്പനയം ദേവീക്ഷേത്രത്തിന്റെ ഫ്രണ്ടില് കുണ്ട്ര എന്ന് പറഞ്ഞ പ്രശസ്തനായ നടൻ കുണ്ട്ര ജോണി ചേട്ടന്റെ. കുണ്ട്ര ജോണി. അറിയാം. അപ്പൊ നാട്ടിലൊക്കെ പാട്ടൊക്കെ പരിപാടിയൊക്കെ ഉണ്ട്, കുഴപ്പമില്ല. ട്രൂപ്പിലൊക്കെ കലാഭവൻ സുധി എന്ന് പറഞ്ഞ അണ്ണന്റെ കൂടെ ഒക്കെ ആയിരുന്നു. ആണോ? വരുന്നിടം വരെ അത്യാവശ്യം പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. പരിപാടികളൊക്കെ ഉണ്ട്. ഇപ്പൊ ഇവിടെ എങ്ങനെ പ്രവാസ ജീവിതമൊക്കെ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, അത്യാവശ്യം പാട്ടുകളൊക്കെ ആയിട്ട് പോണില്ലേ? ആണല്ലോ. നമുക്ക് പ്രവാസികൾക്ക് എല്ലാ കലാകാരങ്ങളും എന്താ വേണ്ടത്? പ്രവാസ ജീവിതത്തിൽ അതേ ഉള്ളൊരു രസം. നമ്മുടെ ജോലിയോട് കൂടി തന്നെ നമ്മുടെ എന്ത് കലാ പ്രവൃത്തി ഉണ്ടോ അതുകൂടി കൂടെ കൊണ്ടുപോകുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിട്ട് ഒരു 2 വരി ഒന്ന് പാടാൻ പറ്റും. എന്താ? നമുക്ക് രവീന്ദ്ര മാഷിന്റെ ഒരു പാട്ട് ഏതോട്ടത്തിലെ പടം അയാൾ കഥ എഴുതുകയാണ്. ഏതോ നിദ്രതൻ. ആ വഴിയോരത്ത് അന്നാർദ്രമാം സന്ധ്യയിൽ ആവണിപ്പൂവായി നീ നിന്നുവെന്നോ, എന്തേ ഞാനറിഞ്ഞില്ല. ആ വഴിയോരത്ത് അന്നാർദ്രമാം സന്ധ്യയിൽ ആവണിപ്പൂവായി നീ നിന്നുവെന്നോ, കുറുനിറ തഴുകിയ കാറ്റിനോടന്നു നിൻ ഉള്ളം തുറന്നുവെന്നോ, അരുമയാമോഹ പൊന്തൂവലൊക്കെയും പ്രണയ നിലാവായി ഒഴിഞ്ഞുവെന്നോ, എന്തേ ഞാനറിഞ്ഞില്ല. ഏതോ നിദ്ര തൻ പൊന്മയിൽ ഏഴു വർണ്ണങ്ങളും തളിരില തുമ്പിൽ നിന്നുതിരും മഴയുടെ ഏകാന്ത സംഗീതമാ മൃദുപദമോടെ മധുമന്ത്രമോടെ അന്നിന്നരികിൽ വന്നുവെന്നോ, എന്തേ ഞാനറിഞ്ഞില്ല. സൂപ്പർ, അടിപൊളി. അപ്പൊ നമ്മൾ പ്രവാസിയായിട്ട് നിൽക്കുമ്പോഴും ഇത്തരം ഞാൻ പറയുകയാണെങ്കിൽ ഈ ഇങ്ങനെയുള്ള കലാസൃഷ്ടികൾ അല്ലെങ്കിൽ നമുക്കുള്ള കലാവാസനകൾ നമുക്ക് അത് കൊണ്ടുപോകാം. ഏത് കലാകാരനാണെങ്കിലും കൊണ്ടുപോവുക. ഇത് നമുക്ക് നമ്മളൊരു കലാകാരനായോണ്ട് പറയുന്നതല്ല, ദൈവം നമുക്ക് തരുന്നത്. ചുരുക്കം ചിലർക്ക് കിട്ടും, ചിലർക്ക് കിട്ടത്തില്ല. ദൈവം തരുന്ന കഴിവ് നമ്മൾ കൊണ്ടുപോകുക എന്നുള്ളത്. ഇപ്പോ ഇവിടെ കിസീസ് കമ്പനിയില് ദാർവിഷ് എന്ന കമ്പനിയിൽ ഒരു വർക്കിനിടെ ഇപ്പൊ ഇന്നലെയൊക്കെ ഒഴിവല്ലേ? പ്രോഗ്രാം ഉണ്ടായിരുന്നു, ചെറിയൊരു പ്രോഗ്രാം. വന്നിട്ട് 3 മാസം ആവുന്നതേ ഉള്ളൂ. അപ്പൊ ഇതിന് മുന്നേ എവിടെയായിരുന്നു? ഞാൻ ബഹ്റിനിലായിരുന്നു. ഓക്കെ. അപ്പൊ അവിടെയും പ്രവർത്തനം ഉണ്ടായിരുന്നു, അവിടെയും പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു.
ആ. സംഘടനകളിലൊക്കെ പാടാൻ ആ, ഓ, വിശ്വകർമ്മ അസോസിയേഷൻ ഉണ്ടായിരുന്നു, ആ. പ്രവാസി അസോസിയേഷൻ ഇതൊക്കെ പരിപാടി വരുമ്പോൾ വിളിക്കും, പോവായിരുന്നു. പോവായിരുന്നു. പിന്നെ അവിടെ ഒരു ഹോട്ടലിൽ പാടുന്നുണ്ടായിരുന്നു. ആ, ഓക്കെ. അപ്പൊ ഇന്നലത്തെ പരിപാടി എങ്ങനെ ഉണ്ടായിരുന്നു? ഇന്നലെ നല്ല പരിപാടിയായിരുന്നു. നമ്മുടെ മരിച്ചുപോയ കൊല്ലം സുധിയുടെ വൈഫ് രേണു സുധി ആ, വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഒരു ഫ്രണ്ടിന്റെ ഹോട്ടലിൽ ഓക്കെ. അവിടെ ഇന്നലെ പരിപാടി ഉണ്ടായിരുന്നു. പരിപാടി ഉണ്ടായിരുന്നു. പിന്നെ കുടുംബത്തില് വിവാഹം കഴിച്ചിട്ടില്ലേ? വിവാഹം കഴിച്ചിട്ടുണ്ട്. ആ, വൈഫിന്റെ പേര് കാർത്തിക, ആ, മകൻ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു സൂര്യനാരായണൻ, ആ, മകള് LKG സാധിക. ഓക്കെ. മക്കളും പാടും, വൈഫും ഡാൻസ് ചെയ്യും. ഉം. അയാൾ ഒരു കലാകാരിയാണ്. അപ്പൊ ഒരു കലാകുടുംബം എന്ന് വേണമെങ്കിൽ പറയാം സന്തോഷവും അല്ലെ? മക്കള് മോൻ പാട്ട് പഠിക്കുന്നുണ്ട്. ആ, കടവൂര് ജയരാജ് എന്ന് പറഞ്ഞൊരു സാറിന്റെ അടുത്താണ്. ഓ, മോള് പിന്നെ ആയി വരുന്നേ ഉള്ളൂ. അയാൾ ഡാൻസ് ഇപ്പോഴേ തന്നെ ഡാൻസ് ചെയ്യും, പാട്ട് പാടുകയൊക്കെ ചെയ്യും. ഉം, ഉം. കുറച്ചൊക്കെ ആയിട്ട് വിടാന്നുള്ളൊരു ഇത്. ആയിക്കോട്ടെ. പിന്നെ വൈഫ് തന്നെ മോളെ അമ്മ തന്നെ പഠിപ്പിക്കും. ആ, അയാള് ആ, ആ, ഇതൊക്കെ പറഞ്ഞു കൊടുക്കും. ഓ, അയാൾ ഡാൻസ് ഒക്കെ ചെയ്യും, പാട്ടും പാടും. ആ, ആ. അപ്പൊ ബഹ്റിനിൽ എത്ര വർഷം ഉണ്ടായിരുന്നു? അത് 12 വർഷത്തോളം ഉണ്ട്. 12 വർഷം അവിടെ പ്രവാസിയായിരുന്നു. ആ. അത് കഴിഞ്ഞിട്ടാണ് ഇപ്പൊ ദുബായിലേക്ക് വന്നത്. 6 വർഷം നാട്ടിൽ നിന്നിട്ടാണ് ഇങ്ങോട്ട്. ആ, അപ്പൊ 6 വർഷം നാട്ടിലപ്പോ അങ്ങനത്തെ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു പ്രോഗ്രാംസ്, അത്യാവശ്യം പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. ആ, ആ, സ്ഥലങ്ങളിലെ പരിപാടി. ആ. ഈ ലാസ്റ്റ് ഇപ്പം അതിന്റെ ഒരു 8 മാസമായിട്ട് സുധിയുടെ കൂടെ ആയിരുന്നു. കലാഭവൻ സുധി ആ, ഓ, ഓ, കക്ഷിയുടെ ആയിരുന്നു. ഉം. പിന്നെ 1-2 ആൽബത്തിലൊക്കെ കക്ഷി എന്നെ കൊണ്ട് പാടിപ്പിച്ചു. ആ, എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ആഗ്രഹം ആ. ഒരു ആൽബത്തില്. ആൽബത്തിലോ ഒരു കാസറ്റ്, നമ്മൾ പണ്ട് ആ, പറയുന്നതൊക്കെ കാസറ്റിൽ പാടുക അതെ. എന്നുള്ളതേ ഉള്ളായിരുന്നു. ആ. ഇപ്പൊ ആൽബം അത് റിലീസ് ആയിട്ടുണ്ടോ? അത് റിലീസ് ആയിട്ടുണ്ട്. ഇപ്പൊ ശ്രീഭൂതനാഥൻ ആ, നമ്മുടെ അവിടുത്തെ ഒരു അമ്പലത്തിലെ കാസറ്റ്. അത് കാസറ്റില്. എന്നെ കൊണ്ട് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം സാധിച്ചത് സുധി, കലാഭവൻ സുധി അണ്ണനാണ്. ആ, എന്നെ കൊണ്ട് പാടിപ്പിച്ചു. പിന്നെ വിഷുവിനൊരു എണ്ണ ഇറക്കിയായിരുന്നു, ഒരു പാട്ട് ഇറക്കിയായിരുന്നു. ആ, ആ, ഭൂലോകനാഥ ഭൂമി പ്രപഞ്ച നിൻതിരുപാദം നമിക്കുന്നു ഞാൻ. ശ്രീ പരമേശ്വരൻ ശ്രീ കാശിനാഥൻ പേരയം വാഴുന്ന ചാരുമൂർത്തേ, നിൻ തിരുമുമ്പിൽ ഞാൻ കൈതൊഴുന്നേ. ദേവദേവേശ്വര നീലകണ്ഠേശ്വര ഓംകാരമൂർത്തേ നമ ശിവായ. ശംഭോ മഹാദേവ ശങ്കര ശ്രീകണ്ഠ കാരുണ്യമൂർത്തേ നമ ശിവായ. അങ്ങനൊരു ഉം. ശിവഭഗവാന്റെ ഒരു പാട്ട് ആദ്യമായിട്ട് പാടാൻ പറ്റി. അത് ആ, ശിവന്റെ ഒരു പാട്ട്. നന്നായി പാടി. അതിന്റെ യൂട്യൂബിലെ അതിന്റെ 5K വ്യൂവേഴ്സ് വന്നു. ഉണ്ടായിരുന്നു. ഓക്കെ. അപ്പൊ നമുക്ക് അവസാനമായിട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് ഒരു നല്ലൊരു പാട്ട് പാടി. നല്ല ഏത് அம்மா என்றழைக்காத உயிரில்லையே, அம்மாவை வணங்காது உயர்வில்லையே. அம்மா என்றழைக்காத உயிரில்லையே, அம்மாவை வணங்காது உயர்வில்லையே. நேரில் நின்று பேசும் தெய்வம் பெற்ற தாயன்றி வேறொன்று ஏது. அம்மா என்றழைக்காத உயிரில்லையே, அம்மாவை வணங்காது உயர்வில்லை. അടിപൊളി. അപ്പോ നമുക്ക് വേണ്ടിട്ട് ഇങ്ങനെ ഒരു ചെറിയൊരു സമയം നമുക്ക് വേണ്ടി തന്നതിൽ വളരെയധികം നന്ദിയുണ്ട്. അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ പ്രവാസത്തിലെ നമ്മുടെ വലിയൊരു ഗായകനാവട്ടെ എന്ന് ഞാൻ അനുഗ്രഹിക്കട്ടെ. അപ്പോ ഇനിയും ചെറിയ കലാകാരന്മാരുമായിട്ട് വരുന്നതായിരിക്കും. നമുക്ക് പട്ടിക പ്രേക്ഷകർക്കായി നമ്മുടെ പ്രിയ കലാകാരന് ചെറിയൊരു പാരിതോഷികം നൽകാം. താങ്ക് യു. ശംഭോ മഹാദേവ